എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് ഓണത്തിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ്. ഓണത്തിന് ലീവിട്ട് 3-4 ദിവസം നമ്മൾ പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓണവും എത്തി, ഓണവും കഴിഞ്ഞ് ബാക്ക് ടു നോർമൽ റുട്ടീനിലോട്ട് മാറി. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ പിറ്റേ ദിവസം നമ്മൾ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഇരുന്ന് ശാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എടുത്ത വ്ളോഗാണിത്. അത് ഇപ്പോഴാണൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ വലിയ എക്സ്പെക്റ്റേഷനൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ചെറിയ 2-3 വ്ളോഗുകളൊക്കെ കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത് തന്നെ. അവിടെ പോയി കണ്ടപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഇവിടെ ഈ സൈഡിൽ നിന്ന് ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ കുറേ മീനിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ചുണ്ടിന് നീളമൊക്കെ ഉള്ള നല്ല നല്ല മീനുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോട്ട് എടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം ഒരുപാട് ബോട്ടുകളുണ്ട്. അതിലിവിടെ നിന്ന് ആൾക്കാരെ പിക്ക് ചെയ്ത് അവിടെ കൊണ്ട് ഇറക്കും. അവിടെ ഇറങ്ങി നമ്മളത് കുറേ നേരം നിന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം തിരിച്ച് ഇതേ ബോട്ടിൽ തന്നെ നമ്മൾ തിരിച്ച് കൊണ്ടുവരും. അങ്ങനെയാണ് അവരുടെ ആ ഒരു സെറ്റപ്പൊക്കെ. അപ്പോൾ ഇതിലിരുന്ന് കാണാൻ വേണ്ടിയിട്ട് എന്നെ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. നമ്മളങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര രസമായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ പോയത് ഓണത്തിൻ്റെ പിറ്റേ ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാടധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് കലങ്ങിയിട്ട് ഒരു എന്താ പറയുക, ഒട്ടും വൃത്തിയില്ലാത്തതുപോലെ ഒരുമാതിരി ഒരു ചെളി വെള്ളമൊക്കെ ആയിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. നിങ്ങൾ ആരെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ വീക്ക് ഡേയ്സിൽ ഏതെങ്കിലും ഒരു ദിവസം പോകുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ വീക്കെൻഡും അല്ലാതെ ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. തിരക്കുള്ളപ്പോൾ അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ കുറച്ച് കാണാൻ ഭംഗിയുള്ള നാച്ചുറലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ വീക്ക് ഡേയ്സിലോ അങ്ങനെ തിരക്കില്ലാത്ത ദിവസങ്ങളിലൊക്കെ പോകുന്നതായിരിക്കും അവിടെ പോയി ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുക എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പോയപ്പോൾ തന്നെ ഇപ്പം തന്നെ കണ്ടില്ല, അവിടേക്ക് ഇഷ്ടംപോലെ ആൾക്കാരാണ്. നമ്മളവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ബാച്ച്, ഒരു ഉത്സവത്തിനുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫോട്ടോയിൽ പോലും നമുക്ക് ആൾക്കാരില്ലാണ്ട് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ നോക്കിയിട്ട് പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ഫോട്ടോയുടെ ബാക്കിലും ഒരു 10 പേരിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നേരെ ചെന്ന് അവിടെ ഇറങ്ങിയതിന് ശേഷം ചില സ്ഥലങ്ങളിൽ മുട്ട് വരെ വെള്ളമുള്ളൂ, ചില സ്ഥലങ്ങളിൽ കുറച്ചധികം വെള്ളമുണ്ട്. ഏകദേശം ഒരു മുട്ടിന് പൊങ്ങി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൊക്കം കുറവുള്ള ആൾക്കാർക്ക് നെഞ്ചളവ് വരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. നമ്മളവിടെ പോയി കുറേ നേരം അങ്ങനെ നിന്നപ്പോഴത്തേനും ആൾക്കാരൊക്കെ കക്ക പറക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ ചേച്ചിമാരൊക്കെ അവിടെ നിന്നിട്ട് കക്ക പറക്കുന്നത് കണ്ടിട്ട് ഞങ്ങളും പറക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം പറക്കിയപ്പോൾ കുറച്ച് നമുക്ക് കിട്ടി. നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് തോരൻ വെച്ച് കഴിച്ചായിരുന്നു. തോരനല്ല, നമ്മൾ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ കളിച്ചതിന് ശേഷം ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. കുട്ടികളൊക്കെ ആണെങ്കിൽ വെള്ളത്തിലങ്ങ് കളിച്ച് മറിയായിരുന്നു. ഇവിടുത്തെ വെള്ളം കണ്ട ഒട്ടും ക്ലീൻ അല്ലായിരുന്നു. ഭയങ്കരമായിട്ട് ഈ വണ്ടൽ ചെളി ഇളകിയിട്ട് ഒരുമാതിരി ഗ്രീനും അല്ല ബ്ലാക്കും അല്ലാത്തൊരു കളറിൽ ഭയങ്കര വൃത്തികേടായിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. തിരക്കില്ലാത്ത ദിവസങ്ങളിൽ വരെയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നല്ല രസമായിട്ട് അവിടെ നിൽക്കാൻ പറ്റുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് പോകുന്ന വഴിയിൽ ഒരിടത്ത് ഈ ചെറിയ കാർണിവൽ പോലത്തെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് എന്തെങ്കിലും അവിടെ കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങിയതാണ്. പിന്നെ അവിടെ ഈ അന്നലൂഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങൾ, ജെയിൻറ്റ് വില്ല അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഇറങ്ങി കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ ഈ സ്നോ ഷോ എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങോട്ട് കയറി. അവിടെ കയറി നോക്കിയപ്പോഴത്തേനും അവിടുത്തെ മെഷീൻസ് കംപ്ലൈൻ്റ് ആയിരുന്നു. നമ്മളവർ പറ്റിച്ച് 50 രൂപ വാങ്ങിച്ച് നമ്മളകത്ത് കൊടുത്തിട്ട് നമ്മളകത്ത് കയറിയപ്പോഴത്തേനും 2-3 ഐസ് കട്ട ഇങ്ങനെ തറയിൽ നിരത്തിയിട്ടിട്ട് സൈഡിൽ കുറച്ചിങ്ങനെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അയാൾ ആ വെള്ളം ഒഴിക്കുന്ന സംഭവത്തിലാണെങ്കിൽ അത് കേടായിരിക്കുന്നു. നമ്മൾ കയറിയതുകൊണ്ട് നമ്മളെന്തെങ്കിലും പറയുന്ന വിചാരിച്ച് അയാളത് ഓണാക്കുന്ന പോലെയൊക്കെ ആക്ഷൻ കാണിച്ചിട്ട് അയാൾ മിണ്ടാതെ ഇറങ്ങി പുറത്ത് പോവുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ നിന്നതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങിപ്പോയി. വേറെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. നമ്മൾ ചുമ്മാ ഇങ്ങനെ ആ തണുപ്പിൽ നിൽക്കുന്നേക്കാളും നല്ലത് പുറത്തിറങ്ങി പോകുന്നതാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങി.
ഈ സ്നോ ഷോയിൽ കയറിയതിൽ എനിക്ക് അല്പമെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഈ സീലിങ്ങിൽ ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ ചെറിയ വട്ടത്തിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ ഒരു സാധനം വാങ്ങിയിട്ടില്ലായിരുന്നു ഇത്രയും നേരം നമ്മൾ കറങ്ങി നടന്നിട്ട്. അപ്പം ഇവിടെ കുറച്ച് കമ്മലും സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നോക്കിയതിൽ എനിക്ക് 2 കമ്മൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2ഉം എടുത്തു. പിന്നെ മോനയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് ചോദിച്ചിട്ട് മോനയ്ക്കൊരു ഫോൺ മാത്രം മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോയി. കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.